നമ്മുടെ ഈ സയൻസ് കിറ്റിനകത്ത് കുറേ മാനുവൽസ് ഉണ്ട്, എക്സ്പെരിമെൻ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, ടെസ്റ്റ് ട്യൂബ്. അത് ഇതിനകത്ത് എക്സ്പെരിമെൻ്റ് ഉണ്ട്, നമുക്കിതുപോലെ ചെയ്യാം. പലതരം എക്സ്പെരിമെൻ്റ് ആണ്. ബോട്ടിൽസ് ഉണ്ട്, സിറിഞ്ച് ഉണ്ട്, കപ്പ് ഉണ്ട്. ഓക്കെ, പിങ്ക് ആണ്. ഇത് ലിക്വിഡ് സോപ്പ് ആണെന്ന്. പിന്നെ പെർഫ്യൂം ഉണ്ട്, റെഡ് കളറുണ്ട്. പെർഫ്യൂം എന്ന് വെച്ചാൽ സ്പ്രേ, മണമുള്ള സാധനം. പിന്നെ എന്തുണ്ട് ഇതിനകത്ത്? സോഡിയം പോളി അക്രിലേറ്റ് പൗഡർ, 2 ട്യൂബ് പോലെ സാധനം, സിറിഞ്ച്. ഇതെന്തുവാ? ബ്ലൂ കളർ. പിന്നെ അത് ബേക്കിംഗ് പൗഡറും വേറൊരു കെമിക്കലും. ഇതെന്തുവാ? ഇത് സിട്രിക് ആസിഡ് ഉണ്ട്, ഗ്ലിസറിൻ ഉണ്ട്, ഫ്ലേക്സ്, പിന്നെ വേറെ എന്തൊക്കെയോ സാധനം. പിന്നെ മാറ്റ് ഉണ്ട്, മുത്തൊക്കെ ഉണ്ട്. നോക്കാം, നമുക്ക് ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് സയൻസ് കിറ്റ് എടുത്തിട്ട് ഇതിനകത്ത് നിന്ന് ആദ്യം നമുക്ക് നോക്കാം. ഇത് ആസിഡ് ബേസ് റിയാക്ഷൻസ് വെച്ചിട്ടാണ് ഉള്ളത്. അറിയില്ല, നോക്കണം എന്തിനാണോ എന്നുള്ളത്. എന്തിനാണോ സ്ക്വീസ് ചെയ്യുക, ഇങ്ങനെ ചരിച്ച് കുറേ ഡ്രോപ്പ് ഇടല്ലെന്നാ പറഞ്ഞേക്കുന്നത്. എന്തുവാ നമ്മൾ ഉണ്ടാക്കുന്നത്? അപ്പോൾ വെരി ഗുഡ്, ഫ്രിസി റെയിൻബോ ഉണ്ടാക്കാം. ഓക്കെ, അതിന് എന്തൊക്കെ വേണം എന്ന് വെച്ചാൽ 5 ബൗൾസ് ഉണ്ട്, മിക്സ് ചെയ്യാൻ ഒരു സ്റ്റിക്ക്, സ്കൂപ്പിംഗ് സ്പൂണ്, സിട്രിക് ആസിഡും, പിന്നെ എന്താ വേണ്ടത്? കളേഴ്സ് യെല്ലോ, റെഡ്, ബ്ലൂ കളറും, പിന്നെ ബീക്കർ വേണം വെള്ളം അളന്നെടുക്കാനായിട്ട്, പിന്നെ വാട്ടർ വേണം. ചെയ്യാം. 50 ml വാട്ടർ എല്ലാം 5 കപ്പുണ്ട്. ഈ 5 കപ്പിൽ ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് കപ്പിൽ ഒഴിച്ച് 50 ml വാട്ടർ. നമുക്ക് അതിനകത്ത് തന്നെ മെഷറിങ്ങും കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കപ്പിൽ നമ്മൾ വെള്ളം ഒഴിച്ച്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ കപ്പിലും ഓരോ സ്പൂൺ സിട്രിക് ആസിഡ്. ഈ കളർ മിക്സ് ചെയ്യാം. 2 ഡ്രോപ്പ് റെഡ്, അപ്പുറത്ത് 1 ഡ്രോപ്പ് സെക്കൻഡ് കപ്പിൽ. ഓക്കെ, ഇനി അടുത്ത യെല്ലോ കളർ എടുത്ത് 1 ഡ്രോപ്പ് മഞ്ഞ, ഇനി മറ്റേതിൽ 2 ഡ്രോപ്പ് മഞ്ഞ ഒഴികെ. ഇതിലൂടെ മഞ്ഞ, 1 ഡ്രോപ്പ് മഞ്ഞ, 2 ഡ്രോപ്പ് ഒഴിച്ചോ. ഇനി ഇപ്പുറത്തേൽ ഇതിൽ 1 ഡ്രോപ്പ് ബ്ലൂ. അങ്ങനെയാണ് എടുക്കുക. ഗ്രീൻ കളർ, ബേക്കിംഗ് പൗഡർ കണ്ടോ? ഫ്രിസി റെയിൻബോ കണ്ടോ? മഞ്ഞയും എക്സ്പെരിമെന്റ് എന്താണ് പൂസ? What happens? അതാണോ? ഓക്കെ, what happens when oil is mixed with water? അപ്പോൾ നമ്മൾ ഇനി എടുത്ത ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ആദ്യം 10 ml വെള്ളം ഒഴിക്കും.
ഇനി അതിനകത്തോട്ട് 1 സ്പൂൺ സിട്രിക് ആസിഡ് ഇടണം. നോ നോ നോ, സിട്രിക് ആസിഡ് ഇട്ടോ. ഓയിൽ ഇതിങ്ങനെയാണ് നമുക്കിപ്പോൾ കാണുന്നത്. കണ്ടോ, 2 ലെയറായിട്ട്. കണ്ടിന്യൂഷൻ അടുത്ത എക്സ്പെരിമെൻറ്റ് നമ്മൾ ബട്ടർഫ്ലൈ പീ പൗഡർ എന്ത് ഇട്ടു, 1/2 സ്പൂൺ ഇട്ടു. ഇനി 10 ml വെള്ളം ഒഴിച്ചാൽ പൂട്ടാ ഒഴിച്ചു. ഇനി അതിനകത്തോട്ട് നമുക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടേ കൂട്ടാ. ഇനി മിക്സ് ചെയ്തേ കൂട്ടാ. മിക്സ് ചെയ്യേ. മതി മതി, കുറച്ച് മതി, ഇത്രയും വിളിക്കണ്ട, കാണിച്ചാൽ മതി. റെഡ് വെള്ളം ഉള്ളിടത്ത് റെഡ് വന്നു, ഓയിൽ ഉള്ളിടത്ത് റെഡ് വരില്ല. മനസ്സിലായോ? കോയിൻ വാക്കിംഗ് ഓൺ വാട്ടർ. വെള്ളം ഒഴിച്ച് ആദ്യം 50 ml വാട്ടർ, പിന്നെ ഒരു 25 ml വാട്ടർ. ഇനി അപ്പോൾ ഒരു കോയിൻ എടുത്തിട്ടേ വിട്ട്. ഓക്കെ, നൗ വെയിറ്റ്. അതന്നെ, അതിൽ ആ കോയിൻ വെച്ചിട്ട് നമ്മൾ പതുക്കെ ഇതിനകത്തോട്ട് ഇറക്കണം. ഡിപ്പ് ചെയ്ത് വിട്ട്. ഓക്കെ, അതിന് തട്ടാൻ പാടില്ല. അതേ കണ്ടോ, ഒരു ഇത് കോയിൻ ഫ്ലോട്ട് ചെയ്യുന്നു.